കേരളത്തിലെ കൊടും ചൂടിന് ആശ്വാസം. സംസ്ഥാനത്ത് വേനൽ മഴയെത്തി. തെക്കൻ കേരളത്തിലാണ് മഴ പെയ്തത്. വരും ദിവസങ്ങളിലും തെക്കൻ ജില്ലകളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിലടക്കം മഴ ലഭിച്ചു. ശക്തമായ മഴയിൽ നഗരത്തിൻ്റെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കൊല്ലം ജില്ലയിലെ മലയോര മേഖലയിലും മഴ കിട്ടി. വരും ദിവസങ്ങളിലും തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഈ ജില്ലകളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലും സംസ്ഥാനത്തെ ചില ജില്ലകളിൽ മഴ പെയ്തിരുന്നു. എന്നാൽ വടക്കൻ കേരളത്തിൽ കനത്ത ചൂട് തുടരുകയാണ്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രിയാണ് ചൂട്. കോഴിക്കോട് 38 വരെയും കണ്ണൂർ 37 ഡിഗ്രി വരെയും താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. എൽനിനോ പ്രതിഭാസമാണ് സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിന് പ്രധാന കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പസഫിക് സമുദ്രത്തിൽ ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമായി സമുദ്രത്തിൻ്റെ ഉപരിതലം അസാധാരണമായി ചൂടാകുന്നതാണ് എൽനിനോ പ്രതിഭാസം. നിശ്ചിത വർഷങ്ങളുടെ ഇടവേളയിലാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്. എൽനിനോ കാരണമാണ് ഇന്ത്യൻ ഭാഗത്ത് താപനില കൂടി നിൽക്കുന്നത്. എന്നാൽ എൽനിനോ ദുർബലമായി തുടങ്ങിയെന്നും താപനിലയിൽ കുറച്ച് കുറവുണ്ടാകുമെന്നും വിദഗ്ധർ പറയുന്നു. ഏപ്രിൽ മാസത്തിലെ പ്രവചനം അനുസരിച്ച് ചൂട് പതിവിലും കൂടുതലായിരിക്കുമെന്നും അതിനൊപ്പം മഴയും കുറവായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എൽനിനോ പ്രതിഭാസത്തിൻ്റെ സ്വാധീനം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു.